സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. വെൽക്കം ടു ബാർബഡോസ്. ബാർബഡോസിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ബാർബഡോസ് രാവിലെ ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് സെറ്റായി റെഡിയായി ഇറങ്ങി. ഇന്ന് നല്ല അടിപൊളി വെതറാണ്, നല്ല കിടുക്കാച്ചി വെതറാണ്. മരത്തേലൊക്കെ ഇഷ്ടം പോലെ മുരിങ്ങയൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. വീടിന്റെ മുമ്പിലും പറയിലൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങമരമുണ്ട്. ഇവിടെ എയർപോർട്ടിന്റെ റൺവേ ആണ്. അവിടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡിയാവുകയാണ്. റൺവേയുടെ എൻഡാണ് ആ കാണുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജപ്പാനും അതേപോലെ തന്നെ ബാർബഡോസുമാണ്. ബാർബഡോസ് അല്ല, ബാർബഡോസ്. അപ്പോൾ ഈ ബാർബഡോസ് എന്ന് പറഞ്ഞ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ലൈഫ്, അതായത് ആളുകൾ എന്താ പറയുക, കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന് പറയുന്ന, അതായത് ഒരു സംഭവത്തിനാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈഫ് എക്സ്പെക്ടൻസി കൂടാനായിട്ട് ഇവരുടെ ഹെൽത്തി ലിവിങ് ഹാബിറ്റും അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കല്യാണം കഴിക്കാൻ വരുന്ന രാജ്യം ബാർബഡോസ് ആണ്. അതിന് കുറേ നിയമ സംവിധാനങ്ങളുടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ റീസൺ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് നടക്കുന്ന സ്ഥലം ബാർബഡോസ് ആണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഞാനിപ്പോൾ ഉള്ള ബാർബഡോസ് എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട്. ആ മുരിങ്ങയ്ക്ക നിൽക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാവുന്നുണ്ട് ഗൈസ്. നോക്ക് കണ്ടോ, ഇതിൽ നിന്ന് ഉണങ്ങിപ്പോവാണ്. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഇവർ മുരിങ്ങയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ മുരിങ്ങപ്പൊടി കടലിൽ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വീടുകളിലൊക്കെ മുരിങ്ങ എന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തെങ്ങും മാവും വാഴയും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ഒരു വീട്, നല്ല ഗംഭീര വീടായിരുന്നു. ഈ വീട്ടിൽ ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഗസ്റ്റ് ആരുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് രാജാവിനെ പോലെയായിരുന്നു ഗൈസ് ഇന്നലെ. ഞാനിപ്പോൾ രാവിലെ നമ്മളെ എന്താ പറയുക, ബാർബഡോസ് ഒരു റൗണ്ട് ഐലൻഡ് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതായത് നമുക്ക് ഈ രാജ്യം ഒരു ദിവസം കൊണ്ട് ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ചുറ്റിക്കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. ഈ ബാർബഡോസ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു കരീബിയൻ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരീബിയൻ കടലല്ല. ശരിക്കും ബാർബഡോസിനെ ചുറ്റിപ്പറ്റിയുള്ളത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു കരീബിയൻ നേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ്. പക്ഷേ എന്നിരുന്നാലും ഈസ്റ്റ് ഇൻഡീസ് ഭാഗമാണ്. നിങ്ങൾക്ക് മാപ്പ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതായത് നമുക്ക് ബഹാമസ് മുതൽ ഇങ്ങനെ ഒരു വാലേ ഇങ്ങനെ താഴെയാണ് നമ്മുടെ ദ്വീപുകൾ ഇരിക്കുന്നത്, ഇവിടെയുള്ള ഈ കരീബിയൻ രാജ്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വലത്തോട്ട് മാറി ഒരു സൈഡിലോട്ട് മാറിയാണ് ശരിക്കും ബാർബഡോസ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ചുറ്റിപ്പെട്ടാണ് ഇരിക്കുന്നത്. ചുറ്റും അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ബാക്കിയുള്ള എല്ലാ കരീബിയൻ രാജ്യങ്ങൾക്കും നമുക്ക് ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും ഒരു ഭാഗത്ത് കരീബിയൻ സീയും. അതുകൊണ്ടാണ് കരീബിയൻ നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാർബഡോസിനെ കരീബിയൻ നേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഐ എം കൺഫ്യൂസ്ഡ്. ഇവിടുത്തെ ഗ്രാൻലി ആദംസ് ഇന്റർനാഷണൽ എയർപോർട്ട് ബിൽഡിംഗ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാൻലി ആദംസ് ഇന്റർനാഷണൽ എയർപോർട്ട്. വലിയ എയർപോർട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പോർട്ടോറിക്കോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരീബിയൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഗ്രാൻലി ആഡംസ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ പണ്ട് കോൺകോഡിന്റെ വിമാനം വരെ വരുമായിരുന്നു. കോൺകോഡിന്റെ വിമാനം വരെ വന്നുകൊണ്ടിരുന്ന ഒരു വിമാനത്താവളമാണ്. ഇവിടെ ഒരു കോൺകോഡ് വിമാനം ഇവിടെ ഒരു ഹാങ്ങറിൽ വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ഹാങ്ങർ റിനോവേഷൻ നടക്കുന്ന കാരണം അത് പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ് ആ ഒരു സ്ഥലം. അതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക്, ഇവിടെ കോൺകോഡിന്റെ വിമാനം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അവിടെ അതാണ് കോൺകോഡിന്റെ ഹാങ്ങർ, അടച്ചിട്ടിരിക്കുകയാണത്. എന്റെ പൊന്നു, ഞാൻ UK പോയപ്പോൾ കോൺകോഡ് കണ്ടിട്ടുണ്ട്. ഇവിടെ ബാർബഡോസിൽ കോൺകോഡ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതേപോലെ ഇവിടെ ഒരു സബ്മറൈൻ വെച്ചിട്ടുണ്ട്, ഒരു സബ്മറൈൻ ടൂറൊക്കെ ഉണ്ട്. സബ്മറൈൻ എന്ന് വെച്ചാൽ അത് ഒറിജിനൽ സബ്മറൈൻ അല്ല, നമ്മൾ പണ്ട് സൈഷൽസിൽ പോയപ്പോൾ ഒരു സബ്മറൈൻ ടൂർ ചെയ്തില്ലേ, അതേപോലത്തെ ഒരു ആഴക്കടലിലേക്ക് പോയിട്ട് ഇങ്ങനെ ഡിഗ് ചെയ്ത് പോയിട്ട് ചെയ്യുന്നൊരു സബ്മറൈൻ ടൂറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. മറ്റേ ബ്രിഡ്ജ് ടൗണിന്റെ അടുത്താണ്. കരീബിയൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഈ കാഴ്ചകൾ കാണുന്നതിലുപരിയായിട്ട് കുറെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ബാർബഡോസ് എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. സോ എന്താണ് പിസ്സ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. എന്താ വേണ്ട? ലെറ്റ് മീ സീ വാട്ട് ഷുഡ് ഐ ഈറ്റ്. ബർഗർ കിങ് പിസ്സ ഒന്നും രാവിലെ കഴിക്കണോ? വേണ്ട. സബ്വേ ഉണ്ടല്ലേ, സബ്വേയിൽ എവിടെയെങ്കിലും പുറത്ത് നിന്ന് ഓർഡർ ചെയ്യണം. അത് മൈക്ക് വെച്ചാൽ കേൾക്കുന്നത്, അകത്ത് ഫുൾ AC ആണ്. അങ്ങനത്തെ പരിപാടിയാണ്. താങ്ക് യു. ഇതൊരു ഡിഫറെൻറ്റ് സബ്വേ ഫ്ലേവറാണ്. ഈ ബഫലോ ഫ്ലേവർ. അത് ഈ US കരീബിയൻ ഈ ഭാഗത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. കൊള്ളാം. ഇത് കണ്ടോ, ഒരു സ്ഥലത്ത് ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലം, ചെറിയൊരു മല പോലത്തെ ഒരു സ്ഥലം. ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കേവോ അങ്ങനത്തെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് ബെഞ്ചൊക്കെ ഇട്ട് ആളുകൾക്ക് വന്ന് ചില്ലായിട്ടിരിക്കാൻ വേണ്ടി സെറ്റാക്കി റെഡിയാക്കി ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഞാൻ എവിടെയാണ് എൻ്റെ വണ്ടി കൊണ്ടുപോകുന്നത് നോക്കൂ. അയ്യാ,
എന്റെ പൊന്നോ, ഞാൻ എത്തിയിരിക്കുന്നതേ ഇവിടുത്തെ ഒരു ക്ലിഫ് ഏരിയയിലാണ്. ഇവിടുത്തെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു കുഞ്ഞ് ലൈറ്റ് ഹൗസ്, അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ക്ലിഫ്, അത് ഒരു ഡ്രോൺ പറത്താൻ പറ്റുമോ നോക്കട്ടെ. പറത്താൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് നൈസ്, അടിപൊളി സ്ഥലം. ഓ വാ, ചെന്തമ്പോ, ഇത് വേണേ ഇറങ്ങി പോവാം. ക്ലിഫാണോ ഇത്? എൻ്റെ ദൈവമേ, എന്ത് നോക്കാം, അടിപൊളി സ്ഥലം. ഇതൊരു ചെറിയൊരു ലൈറ്റ് ഹൗസ് ആണ്, ചെറിയ ഒരു കുഞ്ഞ് ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിലുപരിയായിട്ട് ഇത് ഇവിടെ ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടില്ലേ, നോക്കിയേ, ഇവിടെ താഴെ കണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം നമ്മൾ പല കരീബിയൻ രാജ്യങ്ങളിൽ പോയപ്പോഴത്തേക്കിന് ഈ ദ്വീപുകളെല്ലാം മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ നമ്മുടെ വോൾക്കാനിക് എറപ്ഷനിൽ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബാർബേഡോസ് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ്, ഈ ഒരു ഐലൻഡ് ശരിക്കും കോറൽ ഡെപ്പോസിറ്റുകളാൽ ഉണ്ടായപ്പെട്ടതാണ്. അതായത് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കോറൽസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കോറൽ ഡെപ്പോസിറ്റുകളാൽ ഉണ്ടായ ഒരു ദ്വീപാണ് ബാർബേഡോസ് എന്ന് പറയുന്നത്. ഇതിപ്പോഴും ഈ പറഞ്ഞ പോലെ ഇവിടെ മൂവ്മെന്റ്സ് ഉണ്ട്, ഇതിങ്ങനെ ഉയരത്തിലേക്ക് പോകുന്നുണ്ട്, ഹൈറ്റ് കൂടുന്നുണ്ട് എന്നൊക്കെ ജോഗ്രഫിക്കൽ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടൽ തീരത്ത് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു കോറൽ ഡെപ്പോസിറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ എല്ലായിടത്തും ലൈറ്റ് ഹൗസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തുരുമ്പെടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇതൊരു ഫങ്ഷണൽ സാധനമാണ്. അതിനകത്ത് ആ ഒരു ഫിലമെന്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കടൽ തീരത്ത് ഈ സാധനങ്ങൾ ഇതിങ്ങനെ പൊതുവെ തുരുമ്പെടുത്ത് ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നതാണ് പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ ഈ ദ്വീപിൽ വന്ന് എങ്ങോട്ടേക്ക് എത്ര ഉയരത്തിൽ ഡ്രോൺ പറത്തിയാലും നമുക്ക് ഈ ഒരു രാജ്യം മൊത്തം കാണാം. അതായത് ഒരറ്റം പോലെ അങ്ങ് അറ്റം വരെ കാണാം. അതാണ് ഈ രാജ്യത്തിൻ്റെ ഗുണം. കാരണം ഫുൾ പരന്ന ലാൻഡാണ്. അതായത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ട പോലെ മലകളില്ല ഇവിടെ. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു രാജ്യം ശരിക്കും ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ രാജ്യം യൂറോപ്യൻസിന്റെ മുമ്പിൽ എത്തിയത് നമ്മുടെ കൊളംബസ് വഴിയല്ല. നമുക്കറിയാം, നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത എല്ലാ രാജ്യങ്ങളും കണ്ടുപിടിച്ച എല്ലാ ഐലൻഡുകളും കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ യൂറോപ്യൻസ് ആദ്യമായി എത്തിപ്പെട്ടത് കൊളംബസ് ആണ്. പക്ഷേ കൊളംബസ് അല്ല ഇവിടെ ആദ്യമായിട്ട് എത്തിപ്പെട്ടത്. പക്ഷെ ആരാന്നറിയോ? പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു ബാർബഡോസ് എന്ന് പറഞ്ഞ ഈ ഒരു ദ്വീപ് അവർ കണ്ടുപിടിച്ചത്. അവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം ബേഡഡ് ഫിഗ് ട്രീസ് ആയിരുന്നു ഇവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഗ് മരങ്ങൾ ധാരാളമുള്ളൊരു ദ്വീപായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പോർച്ചുഗീസ് പേര് അവർ കൊടുത്തിട്ടാണ് ശരിക്കും ബാർബഡോസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേര് ഈ രാജ്യത്തിന് വരുന്നത്. പക്ഷേ ഈ പോർച്ചുഗീസുകാർ ഈ ബാർബഡോസിനെ അവരുടെ ഒരു കോളനി ആക്കിയിട്ടൊന്നുമില്ല. 1627 നമ്മുടെ ബ്രിട്ടൻ ഇവിടെ വന്നിട്ട് ഈ ഒരു രാജ്യം കൈയടക്കിയിട്ട് അവരുടെ കോളനിയാക്കി മാറ്റുന്നത്. ബ്രിട്ടൻ തുടക്കകാലത്ത് ടുബാക്കോയും അതേപോലെ തന്നെ കോട്ടൺ അങ്ങനെയുള്ള പല സംഭവങ്ങളാണ് അവരിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർ പതുക്കെ ഷുഗർ ഇൻഡസ്ട്രിയിലേക്ക് വരികയും കരിമ്പും ബാക്കിയുള്ള സംഭവങ്ങളും കൃഷി ചെയ്ത് തുടങ്ങുകയൊക്കെയായിരുന്നു. ശരിക്കും ഇവിടെ ഈ ഒരു കരീബിയൻ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ യൂറോപ്യൻ ശക്തികൾ, അതായത് യൂറോപ്പോ ബ്രിട്ടനോ ഒന്നും കോളനി ആക്കാത്തതായിട്ട് ഒരു രാജ്യം പോലും ഇവിടെ ഇല്ല. അതായത് ഇവരെല്ലാം ഇവരുടെ കോളനികളായിരുന്നു. അവർ വന്ന് കൈയടക്കി നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തതിലും വലിയ കൊടും ക്രൂരതകളും അടിമ കച്ചവടങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളും അതിക്രൂരമായിട്ട് നടന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നാടുകളാണ് കരീബിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിൽ നിന്നും അവരിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടി ഇവിടെ ജീവിക്കുന്നതെന്ന് പറയാം. ശരിക്കും ഈ ടെറിട്ടറി എന്നൊക്കെ പറയുന്നത് കോളനി അല്ലെങ്കിലും ഒരു ടൈപ്പ് കോളനി പോലെയൊക്കെ തന്നെ ആണ്. ഇവിടെ ഇപ്പോഴും ഇഷ്ടംപോലെ കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ രാജ്യത്ത് ഏകദേശം ഒരു 15% താഴെ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഫോറസ്റ്റ് എന്ന് പറയാനായിട്ട്. ഇവർക്ക് റെയിൻ ഫോറസ്റ്റോ പരിപാടികളൊന്നുമില്ല. കാരണം റെയിൻ ഫോറസ്റ്റ് വേണമെങ്കിൽ നല്ല കുന്നുമലയൊക്കെ വേണ്ടേ. ഇവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. സാധാരണ കുറച്ച് കാട് പോലത്തെ കുറച്ച് സ്ഥലങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു കരിമ്പ് തോട്ടം കണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് ഫുള്ള് കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കരീബിയൻ രാജ്യങ്ങളൊക്കെ. ഇവിടുത്തെ ഈ ദ്വീപുകളെല്ലാം ബ്രിട്ടീഷുകാരുടെ ഷുഗർ ഫാക്ടറീസും കരിമ്പ് തോട്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു കരിമ്പ് തോട്ടം കണ്ടപ്പോഴത്തേക്കിനും വെറുതെ ഒന്ന് വണ്ടി ഓടിച്ച് അതിനകത്തോട്ട് കയറ്റിയതാണ്. ഇത് ഭയങ്കര വലുതാട്ടോ. ഇത് ഞാനെങ്ങനെ തിരിച്ചുകൊണ്ട് പോയി. നമ്മൾ ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കണ്ടില്ലേ, കരിമ്പും തോട്ടത്തിൽ വെച്ച് വില്ലനും കൂടെ നായകനും കൂടെ അടി ഇടി പിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലത്തെ സ്ഥലം. കാരണം ഇത് ഭയങ്കര ഡെൻസ് ആണല്ലോ ഈ കരിമ്പും തോട്ടം എന്ന് പറയുമ്പം. അതായത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്ങോട്ട് ഓടിയാലും നമുക്ക് കാണാനൊന്നും പറ്റുകയില്ല. സോ വളരെ ഈസിയാണ് ഇടി ഉണ്ടാക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സ്ഥലമാണ് കരിമ്പൻ തോട്ടം എന്ന് പറയുന്നത്. കാരണം അത്ര ഡെൻസാണ്.
അതാണ് ഈ കരിമ്പ് തോട്ടത്തിന്റെ പ്രത്യേകത. ഇവിടെ ഫുള്ള് കരിമ്പാട്ടോ, മൊത്തം അപ്പുറം എല്ലാം കരിമ്പ് കൃഷിയാണ്. കരിമ്പ് കൃഷി മാത്രമല്ല, കരിമ്പിന്റെ കരിമ്പെടുത്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ് ചെയ്ത് പഞ്ചസാര ആക്കാനുള്ള ആ ഒരു ഇതും കൂടെ വേണമല്ലോ. പഞ്ചസാര ആക്കുക മാത്രമല്ല, ഇവര് മെയിനായിട്ട് കരിമ്പ് ഉപയോഗിക്കുന്നത് റം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ലോകത്ത് ആദ്യമായി റം എന്ന് പറഞ്ഞ ഒരു മദ്യം കണ്ടുപിടിച്ചത് ഇവിടെ ബാർബഡോസിൽ നിന്നാണ്. റം മൗണ്ട് ഗേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു റമ്മുണ്ട്, അതുപോലത്തെ ഒരു ഫേമസ് റം ഫാക്ടറിയാണ്. പറ്റെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറാം. അത് പറ്റെങ്കിലല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണത്. ഈ കടൽ തീരത്ത് ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കരിമ്പും തോട്ടമാണെന്ന് ഇതിന്റെ മേളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവോ? ഇല്ലല്ലോ. പക്ഷെ എൻ്റെ അമ്മ, ഇത് എന്താ ഇത്, ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലം. പക്ഷേ ഇത് കരിമ്പും തോട്ടമാണെന്ന് ഇതിന് താഴേക്ക് അതിനകത്തൂടെ വണ്ടി ഓടിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഒരു പ്രദേശം മൊത്തം കരിമ്പ് കൃഷി ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബെറ്റ്സെദ എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് വില്ലേജ് ആണ്. ശരിക്കും ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് നമ്മൾ നേരത്തെ എയർപോർട്ട് ഉള്ളതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫിഷിംഗ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ഫിഷിംഗ് വില്ലേജിനോട് ചേർന്നാണ് ശരിക്കും ഇവിടുത്തെ ആ ഒരു നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഒരു വലിയൊരു മല, ആകെയുള്ള ആ ഒരു മലം പ്രദേശം ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇങ്ങനെ ചെരിഞ്ഞുള്ളൊരു മലയാണ്. ചെരിഞ്ഞുള്ള മലയിലെല്ലാം വീടുകളും റിസോർട്ടുകളും സീ ഫേസിങ് അപ്പാർട്ട്മെൻറ്റുകളും ചെറിയ ചെറിയ സംഭവം, അങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരുടെ ഈ ഒരു രാജ്യത്തിൻ്റെ 15% വരുന്ന ആ ഒരു ഫോറസ്റ്റ് പ്രദേശവും ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ്. ചെറിയ പണി തീരാത്ത റിസോർട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ. ബീച്ചിൻ്റെ സൈഡിലൊക്കെ എത്ര മനോഹരമായിട്ട് റിസോർട്ടുകൾ പണിത് വയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഈ കരീബിയൻ രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കടൽ തീരത്തൂടെ ഈ ഒരു ചെറിയ വില്ലേജിൽ കൂടെയും ഇവർക്ക് ബസ് സർവീസുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ബസ് എന്നൊക്കെ പറയുന്നത് BYDയുടെ ഇലക്ട്രിക് ബസ്സുകളാണ്. ഈ ബസ്സുകളെല്ലാം ശരിക്കും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ സംഭാവനകളാണ്. ഇപ്പോൾ ചൈനയും ഇന്ത്യയും ഒക്കെ പല രാജ്യങ്ങളിലും സംഭാവനകൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണല്ലേ. പ്രത്യേകിച്ച് ഈ കരീബിയൻ രാജ്യങ്ങളിൽ ചൈനയും ഇന്ത്യ ഇപ്പോൾ നമ്മൾ സെയിൻറ്റ് ലൂഷ്യ പോയപ്പോഴത്തേക്കിനും ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള സഹായങ്ങൾ അവിടെ ചെയ്യുന്ന നമ്മൾ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ട്രിനിഡാഡും ഗയാനയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനയ്ക്ക് പിന്നെ ഈ ഭാഗത്ത് ഉള്ള രാജ്യങ്ങളോട് പ്രത്യേക കുറച്ച് സ്നേഹവും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈന വളരെ നല്ല രീതിയിൽ സഹായം ഇവിടെയുള്ള പല രാജ്യങ്ങൾക്കും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എയർപോർട്ട് പണിത് കൊടുക്കുക, സ്റ്റേഡിയം പണിത് കൊടുക്കുക, ബസ് കൊടുക്കുക, അത് ചെയ്ത് കൊടുക്കുക, ഇത് എടുക്കുക, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കാണാറുണ്ട്. ഈ കരീബിയൻ രാജ്യങ്ങൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ UN മെമ്പർഷിപ്പ് ഉണ്ട്, UN വോട്ടിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ UN വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാജ്യങ്ങളൊക്കെ ശരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് വോട്ട് കിട്ടുന്നതിന് വേണ്ടി പല രീതിയിൽ ഇവരെ സഹായിക്കാറുണ്ട്. ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേര് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാൾഡീവ്സിൽ സഹായം ചെയ്യുന്നു ഇന്ത്യ, ജപ്പാൻ വന്ന് ഭൂട്ടാനിൽ സഹായം ചെയ്യുന്നു. ചെറിയ രാജ്യങ്ങളോട് എപ്പോഴും വലിയ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യവും പരിഗണനയൊക്കെ ഉണ്ട്. അതെപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ട്. ചെറിയ രാജ്യങ്ങളൊക്കെ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ബാർബഡോസ് ഇങ്ങനെയുള്ളൊരു വല്ലാത്തൊരു ലൊക്കേഷനിലിരിക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഈ ഐലൻഡ് ഹറിക്കെയിൻ പ്രോൺ ഏരിയ ആണ്. അതായത് ഏത് സമയത്തും വളരെ ശക്തമായ ഹറിക്കെയിൻ വരാൻ സാധ്യതയുള്ള ഒരു ഐലൻഡാണ്. ഓരോ 26 വർഷം കൂടുമ്പോഴും ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിക്കുന്നു എന്നാണ് കണക്ക്. 1955 ഹറിക്കെയിനും അതേപോലെ തന്നെ 1831 ഹറിക്കെയിനും ഇവിടെ ഭയങ്കരമായിട്ടുള്ള നാശം വിതച്ചിട്ടുണ്ട്. നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5000-ലധികം ആളുകളാണ് ആദ്യത്തെ ആ ഒരു ഹറിക്കെയിൻ മൂലം മരണപ്പെട്ടത്. ഭൂരിഭാഗം ആളുകളുടെ വീടും അവരുടെ സംഭവങ്ങളും സാവരജംഗമ വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ വലിയ ഒരു നാച്ചുറൽ കലാമിറ്റി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാർബഡോസ് എന്ന് പറയുന്നത്. Yes, how are you? I'm good, how are you? Not so good, man. What happened to you? A little short there. I wanted to show you a little bit of what I do. It's been a slow morning, so I was hoping that someone will come along. So you have a shop? That's patient. Yes. Okay. These are my paintings. They are places in Barbados. Oh, you're selling the paintings? Yes. Right? My Okay. little shop is back here. I've got some little turtles. It's not a big one, but it's an honest one. You're selling the big one? Huh? You're selling the big paintings or? Yes. Oh, you're selling this? One there too. These are for sale. Yes. Ah, but okay. folks don't like them too big. Because then they say they're difficult to park, they're considering the weight and the luggage and so on. Okay. So I don't want them too big, right? Yeah. Right. So but these are let me just go there and come back. Let me see. But I've got some other stuff too. I'll come But back. like- I'll come back. oh, Yeah. I see, Thank you. right? Yeah. What's the Thank you. ഞാനേ വേറെ സ്ഥലത്തേക്ക് വന്ന ഇവരോട് പെട്ടെന്ന് കൈ കാണിച്ചിട്ട് ഞാൻ നിർത്തിയ എന്ത് സംഭവം. പുള്ളി അവിടെ പെയിന്റിങ് വിൽക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടിയുണ്ട്. ഞാനിപ്പോൾ നല്ല രസം, ഞാൻ ഈ ഐലൻഡിൻ്റെ നേരത്തെ ആ ലൈറ്റ് ഹൗസിൽ പോയില്ലേ, നേരത്തെ നമ്മൾ ആ ലൈറ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് ഐലൻഡിൻ്റെ ഒരു അറ്റം മുതൽ അടുത്ത അറ്റം വരെ എത്തി. ഞാൻ ഇന്ന് രാവിലെ 9:30 ഇറങ്ങിയത്, ഉച്ചയ്ക്ക് 12 മണി ആയതേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ എന്തിനാണ് 2 ദിവസം നിൽക്കുന്നത്? ഇതെല്ലാം ഓരോ ദിവസം വെച്ച് നിന്നാൽ മതി, എന്നാൽ അത്രയും വെച്ച് കണ്ടു തീർക്കാൻ പറ്റും. അത്രയും ചെറിയ ദ്വീപുകൾ അതല്ല. അങ്ങനെ ഈ കാണുന്നതാണ് മൗണ്ട് ഗേ എന്ന് പറയുന്ന ആ ഒരു റം ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റണ്ണിങ് റം ഡിസ്റ്റിലറി എന്ന് പറയുന്ന സ്ഥലം. അൺഫോർച്ചുനേറ്റ്ലി ശനി ഞായറും ഇവർക്ക് ഡിസ്റ്റിലറി ക്ലോസ്ഡ് ആണ്, നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞാൻ സെയിൻറ്റ് ലൂഷ്യയിൽ അകത്ത് കയറി കണ്ടത് കൊണ്ട് നമുക്ക് റമ്മിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, എന്താണ് സിസ്റ്റമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ദിസ് പ്ലേസ് ഈസ് ആക്ച്വലി ക്ലോസ്ഡ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇവരുടെ കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം പറഞ്ഞുതരാം. ലോകത്തിലെ ആദ്യത്തെ റമ്മ് ഉണ്ടാക്കിയത് ഇവർ കരീബിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കരീബിയൻ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് ബാർബഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ലോകത്തിലെ ആദ്യത്തെ റം ഉണ്ടാക്കിയത്. റമ്മിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന സാധനമാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഈ കരിമ്പെന്ന് പറയുന്നത്. ഷുഗർ കെയിനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇതിന്റെ മൊളാസസ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് റമ്മിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. 17th സെഞ്ച്വറിയിലാണ് ശരിക്കും ആദ്യമായിട്ട് ഇവര് റം ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു കഥ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1650 കാലഘട്ടങ്ങളിൽ, ആ സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഇവിടെ സ്ലേവ്സിനെയും ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാരെ സ്ലേവ്സ് ആയിട്ടും മറ്റുമൊക്കെ തൊഴിലാളികളായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നു, പ്ലാന്റേഷൻ മറ്റുമൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കരിമ്പ് നട്ട് അതിൽ നിന്നും ഷുഗർ ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അവർ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്താണ് ശരിക്കും ഷുഗർ പ്രൊഡക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള മൊളാസസ് എന്ന് പറഞ്ഞൊരു സംഭവം, ഇത് ഫെർമെന്റഡ് ആയിട്ട് ഡിസ്റ്റിലേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കിയത്. റമ്മിന്റെ പ്രോസസ്സ് സിമ്പിളാണ്, നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഈ ഒരു മൊളാസസ് എടുത്തിട്ട് ഫെർമെന്റേഷൻ ചെയ്യും, ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഫെർമെന്റേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതൊരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആവും. അത് എന്നിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് ശരിക്കും റം എന്ന് പറഞ്ഞ റെഗുലർ യൂസ് മെഡിസിൻ എന്നൊക്കെ പറയാവുന്ന, അത് അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാവുന്ന ആ ഒരു മദ്യം ശരിക്കും ഉത്ഭവിച്ചത്. റംബുള്ളിയൻ അല്ലെങ്കിൽ കിൽഡെവിൽ എന്നൊക്കെയാണ് ശരിക്കും ഇതിന് ആദ്യം ഉണ്ടായിരുന്ന പേരെന്ന് പറയുന്നത്. പിന്നീട് അത് ഷോർട്ടൻ ആയിട്ടാണ് റം എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു മൗണ്ട് ഗേ എന്ന് പറയുന്ന വേൾഡ്സ് ഓൾഡസ്റ്റ് റം ഡിസ്റ്റിലറി ശരിക്കും 1703 സ്ഥാപിതമാവുന്നത്. ശരിക്കും ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്റ്റിലറിയാണ്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഡിസ്റ്റിലറി ഇപ്പോൾ എനിക്ക് അകത്ത് കയറി കാണാൻ സാധിക്കാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ റമ്മിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രവും അതേപോലെ തന്നെ ഇവിടുത്തെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും വിവരിച്ച് തരുന്ന ഒരു വലിയൊരു മ്യൂസിയവും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വർക്കിംഗ് ഡിസ്റ്റിലറി ടൂർ കാണാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ആനിമൽ ഫ്ലവർ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ആനിമൽ ഫ്ലവർ കേവ് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ രാജ്യത്തിൻ്റെ വേറൊരറ്റത്താണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ആനിമൽ ഫ്ലവർ കേവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു കേവോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ലിറ്റിൽ ബ്ലൂ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. സോ ഇത് സംതിങ് ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് കൊള്ളാലോ സംഭവം, ഇത് ഏറെ അടിപൊളിയാണല്ലോ. ഓ വാ, ഇത് കണ്ടില്ലേ മരം, ആങ്കറൊക്കെ ഇട്ടിട്ടുള്ള ഒരു മരം, അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, നല്ല കാറ്റാ. ഒരു രാജ്യത്തിൻ്റെ ഒരറ്റത്ത് മുതൽ മറ്റൊരറ്റം വരെ ഞാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു മരത്തിൽ ഇവിടെ പല നാടുകളിലേക്കുള്ള പേര്, നമ്മുടെ നാടുണ്ടോ, കാനഡ, ഇസ്രായേൽ, സ്വീഡൻ, ഇറ്റലി, USA, ചൈന, നെതർലാൻഡ്സ്, പിന്നെ സെയിൻറ്റ് ലൂഷ്യ, പനാമ, സെയിൻറ്റ് വിൻസെൻ്റ്, ഓസ്ട്രേലിയ. പക്ഷേ നമ്മുടെ നാടില്ലല്ലോ, നമ്മുടെ നാടുണ്ട്, ഇന്ത്യ ഉണ്ട് കേട്ടോ, ഇന്ത്യ, അയർലാൻഡ്, ഇറ്റലി. പിന്നെ ഇവിടെ എവിടെ പോയാലും മൗണ്ട് ഗേയുടെ പരസ്യമായിരിക്കും. നമ്മൾ ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കണ്ടതുപോലെ തന്നെ ഇതിങ്ങനെ തിരയടിച്ച് അതിശക്തമായി തിരയടിച്ച് ആ ഒരു കോറൽസ് എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മലയുടെ ഭാഗത്ത് ഇങ്ങനെ ചുരണ്ടി പോകുന്ന പോലത്തെ ആ ഒരു സംഭവം, അതാണ് ഒരു കേവ് പോലത്തെ രീതിയിൽ, ഒരു കേവിൻ്റെ രീതിയിൽ ഫോർമേഷനായി വന്നിരിക്കുകയാണ് ഇവിടെ. അതാണ് ഈ ഒരു ഭാഗം. നമുക്ക് ഒരു ഡ്രോൺ പറത്തിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടിയിലൊക്കെ കേവ് പോലെ ആയിരിക്കും. ഇത് കണ്ടോ, താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, ഇവിടെ നിന്നിങ്ങനെ കാണാം, വട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെ കാണാം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ സീ ഫോർമേഷൻ മൂലമുണ്ടായ കേവാണ്. വാർണിംഗ്, വിസിറ്റിംഗ് ദ കേവ് ഈസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നും പറഞ്ഞ് ഇതിനകത്ത് കൂടെ പോകാൻ പറ്റും കേവിലേക്ക്. ഇത് കണ്ടോ, ഇതെന്താ അടച്ചിട്ടിരിക്കുകയാണോ ഇത്? അല്ലല്ലോ. ഓ, ഇവിടെ പൈസ കൊടുത്തിട്ട് ഈ കേവിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. കണ്ടോ, ഇതാണ് സംഭവം, കേവിനകത്തേക്കുള്ള എൻട്രൻസ് ആണ്.
അപ്പോൾ ഇതിനകത്ത് കയറിപ്പോവാം. താഴെ ഒരു കേവ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു നല്ലൊരു സ്ഥലം, നല്ല അടിപൊളി ഒരു കിഡിലൻ ലൊക്കേഷനിൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കിഡിലൻ റെസ്റ്റോറൻ്റ് ആണല്ലോ. ഇവിടുത്തെ ആൾക്കാർ ഈവനിങ് ഡിന്നറിനും മറ്റുമൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇവിടുത്തെ ലോക്കൽസ് വരും. നമുക്കൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇല്ലേ, ഇവർക്കൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇവിടെ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും മറ്റുമൊക്കെ ആയിട്ട്. എൻ്റെ പൊന്നു, ഇത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ തിര ഇങ്ങനെ അടിച്ചടിച്ച് ശക്തമായിട്ട് തിര അടിച്ചടിച്ചാണ് ഈ ഭാഗത്ത് ഇത്തരത്തിൽ നമുക്ക് ഒരു ഫോർമേഷൻ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇത് ഇവരൊരു ഫോർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഒരു പ്രൈവറ്റ് പാർട്ടി സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുക. എനിക്ക് ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നുള്ള തോന്നലാണ്. സോ ഐ തിങ്ക് we will have something and go. Alle. And it's also a nice place. Hi, how are you? Yeah, I'm just myself. Yeah. ഇവിടെ എന്തൊക്കെയോ ചോറും കറിയും പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. Hot water or bottled water? Sorry? Hot water or bottled water? Bottled water. Still sparkling? Still. Just so you know, the catch is snapper and the Wi-Fi password is barbecue. Okay, so what do you make with the snapper? Is it a fry or is it a curry or what do you have? You mean the fish? Yeah? It's pan-seared. I'm sorry? Pan-seared. How it is? So it's gonna come with sweet potato mash and vegetables, but you can change the soy to fries. Okay. Okay, fine. എനിക്കിവിടെ കൂട്ടായിരിക്കായിരുന്നു ഈ കിളി ഉണ്ടോ, കിളികളൊക്കെ വന്നിരിക്കുന്ന എനിക്ക് കിളികളിവിടെ, പുളികളവിടെ, ഒരു കിളി അവിടെ, ഇരുകിളി ഇവിടെ. സോ എൻ്റെ ഫുഡ് വന്നു. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടത്തേക്ക് ഒരു ആംബിയൻസ് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം തോന്നി. സോ അതാണ് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വാങ്ങിച്ചത്. ഇത് ഇത് എവിടെ പോണ്, ഇത് ആരാ ഇത്, എന്താ ഇത്? ഇത് ക്യൂട്ടല്ലടാ, നമ്മൾ അവരുടെ സ്ഥലത്തല്ലേ വന്നിരിക്കുന്നേ. ഇത് സ്നാപ്പറാണേ. സ്നാപ്പർ അലോങ് വിത്ത് സം റൈസ്, പിന്നെ കുറച്ച് പുഴുങ്ങിയ പച്ചക്കറി. ഇതിനാണ്ട് $65 ബാർബഡോസ് ഈ ഫുഡിൻ്റെ വില. ദാറ്റ് ഈസ് ഓൺലി ഫോർ ദിസ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 3000 രൂപയായി. ആ കുപ്പി വെള്ളം കൂടെ ആകുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് വളരെ കുറച്ചേ ഉള്ളൂ മീൻ. ഫ്ലൈയിങ് ഫിഷാണ് ഇവരുടെ ദേശീയ വിഭവം. ഫ്ലൈയിങ് ഫിഷ് ഇവിടെ ഇഷ്ടംപോലെ ഈ ഭാഗത്തെ കടലിൽ കിട്ടും. അതാണ് ഇവരുടെ ദേശീയ വിഭവം. നോക്കട്ടെ, പറ്റുമെങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. രാത്രിയിലെ വില നോക്കാം. ഫിഷ് നല്ല ഫ്രഷാണ്. ഞാൻ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഒരു 4000 ഇന്ത്യൻ രൂപയായി ഫുഡ് കഴിച്ചതെല്ലാം കൂടെ. അത്യാവശ്യം നല്ല കപ്പയായിരുന്നു. ആസ് ഐ ടോൾഡ് യു, ആംബിയൻസിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. എന്തായാലും ഇത്രയും പൈസ കൊടുത്തതല്ലേ, നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കണ്ടിട്ട് പോകാം. കടലിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള അതിൻ്റെ ഒരു റിയൽ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മില്യൺസ് ഓഫ് ഇയേഴ്സ് കോറൽസ് അടിഞ്ഞാണ് ഈ ഒരു രാജ്യം മൊത്തം ഉണ്ടായത്. ഈ ഒരു രാജ്യത്തിന്റെ ഭൂരിഭാഗം വരുന്ന സ്ഥലവും നമുക്ക് ഇതുപോലെയുള്ള ആ ഒരു കോറൽസ് കൊണ്ടുണ്ടായ ആ ഒരു പാറകളാണ് നമുക്ക് ശരിക്കും എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും ബാർബേഡോസ് എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ കാണുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സമീപത്തിരുന്നാണ് നമ്മൾ ഇത്രയും നേരം ഫുഡ് കഴിച്ചത്. അവിടെ മൊത്തം കിളികളും മറ്റ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ തിര ഇങ്ങനെ അടിക്കുന്ന സൗണ്ടൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ തിര ഇങ്ങനെ അടിച്ച് അതിനിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ തിരിച്ചിറങ്ങി വരുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അത് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കടലിൽ ഇങ്ങനെ വെള്ളം തിരയടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ദാറ്റ്സ് റിയലി ഗുഡ്. കിടുവാട്ടോ, സംഭവം അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു. ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു മെയിൻ ഷോപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ പാർലമെൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ആ പാർലമെൻറ്റിൻ്റെ സമീപത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇവരുടെ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഹൈ സ്ട്രീറ്റ് എന്ന് പറയും. ഇവരുടെ ഹൈ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. അങ്ങോട്ട് ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും എല്ലാം നോ ഐ എം ഗുഡ്, താങ്ക് യു. ടൂറിസ്റ്റുകളെ കാണുമ്പോഴത്തേക്കും ഒരു ടാക്സി വേണമെന്ന് ചോദിക്കുക. കാരണം ഇവിടെ എല്ലാം അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. സോ ഇന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്ന ഒരു സാറ്റർഡേ ആണ്. സോ സാറ്റർഡേ ഈസ് ലൈക്ക് ഹോളിഡേ. സാറ്റർഡേ സൺഡേ ഇവിടെ വൻ ശോകമാണെന്ന് പറഞ്ഞാൽ വൻ ശോകമാണ്. ഈ കാണുന്നത് ഷെഫറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കുറേ കണ്ടു കേട്ടോ. ഇത് പല സ്ഥലത്ത് കണ്ടു. ഇവിടുത്തെ ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു ഷെഫറ്റ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര തിരക്കാണ്. ഫാസ്റ്റ് ഫുഡാണ്. പിസ്സ, ചിക്കൻ, പിന്നെ അങ്ങനെ നഗറ്റ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. എനിക്കൊന്ന് ഭയങ്കര അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം മൊത്തം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക്
ലോക്കൽ മാർക്കറ്റിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകൾ കാണാൻ വേണ്ടി. ദേ റൊട്ടി ഷോപ്പ്. ഇത് മറ്റേ റൊട്ടി ഷോപ്പ്. ഇവിടെ ഇനി അങ്ങോട്ട് ഇവരുടെ ഫുഡ് നമ്മുടെ ഫുഡായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഇവരുടെ ഫുഡിന് നമ്മുടെ ഫുഡായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട്. അതാണ് എനിക്കിവിടെ മനസ്സിലായത്. ഇതുണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ റൈറ്റ് സൈഡിലിരിക്കുന്നത്, ഇതൊക്കെ കണ്ണടയാണ്. എല്ലാം ചാത്തൻ സാധനങ്ങളാണ്. അതായത് മറ്റേ പല പല ബ്രാൻഡുകളുടെ ചാത്തൻ സാധനങ്ങളാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്ന കണ്ണടകൾ എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഈ ഒരു ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ മറ്റേ പാർലമെൻറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള ഏരിയ ആണ്. അതായത് ഇവരുടെ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകുവശത്തുള്ള ഏരിയ ആണ്. അവിടെയാണ് ഇത്രയും വലിയ ഇവരുടെ ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ പറഞ്ഞ പോലെ ആൾക്കാർ വരിക, സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുക, പോവുക, പച്ചക്കറിയും പലചരക്കും പിന്നെ തുണി അത് ഇത് മറ്റേത് മറിച്ചത്. സോ നമുക്ക് ശരിക്കും ഇവിടുത്തെ ലോക്കൽസിനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെയും കാണാൻ സാധിക്കും. ഓ വാവ്, അടിപൊളിയാണല്ലോ. നൈസ്. എന്ത് തിരക്കാ ഓരോ കടകളിൽ. എൻ്റെ പൊന്നു, ആൾക്കാർ തിരക്ക് നോക്കി. ഇവിടെ ഒരു കിടിലൻ ഏരിയ ആണ്. അതിനിടയ്ക്ക് മഴ പെയ്തപ്പോഴത്തേക്കിനും എല്ലാവരും പല വഴിക്ക് കടകളിൽ കയറി നിൽപ്പുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതിലും വലിയ തിരക്കാണ്. എൻ്റെ പൊന്നു, രക്ഷയില്ല കേട്ടോ. ഇത്രയും തിരക്കുണ്ടോ ഇവിടെ? ഈ രാജ്യത്ത് ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളമാണ് ഇവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം വലിയൊരു പോപ്പുലേഷനാണ്. കാരണം ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ദ്വീപുകളിൽ അത്യാവശ്യം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ദ്വീപാണ് ഈ ഒരു ബാർബേഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്. നാരങ്ങ, മാങ്ങ, തേങ്ങ, മധുരക്കിഴങ്ങ്, പേരയ്ക്ക, ഇത് എല്ലാ സംഭവങ്ങളും കാണാം. ഇത് കണ്ടോ, വരവ്, മാല, വള, കമ്മല്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവർ വലിയ വലിയ ചെയിനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാം. ഇതാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് കൂടുതലും. വരവ് സാധനം. എല്ലായിടത്തും കഞ്ചാവിന്റെ മണം കേട്ടോ. I'm good. I'm good, thank you. Thanks, brother. Want that for your daughter or yourself? No, I'm good. ഇത് ഒരാൾ മൊയലിനെ വിൽക്കാൻ വെച്ചേക്കുന്നതെങ്കിൽ ക്യൂട്ട് മൊയല്. ഇത് ക്യൂട്ടല്ലേ മൊയല്? എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. വിൽക്കാൻ വെക്കാത്തതായിട്ടൊന്നും ഇല്ല, ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഇവരുടെ ലോക്കൽ മാർക്കറ്റാണ്. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോക്കൽ മാർക്കറ്റിലൂടെ നടക്കാനായിട്ട്. നമുക്ക് ആ ഒരു നാടിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ചകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ലോക്കൽ മാർക്കറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിലൂടെ നടന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ നാട്ടിലെ സകല ഉടായ്പ നമുക്ക് കാണാം. അതുകൊണ്ട് എന്തൊക്കെ ഉടായ്പുണ്ടോ അതെല്ലാം ഇവിടെ കാണുകയും ചെയ്യാം. അമ്മമാരിവിടെ നിന്ന് അടിയാണ് പച്ചക്ക്. എന്താ അങ്ങനെയുണ്ട്. അത് കണ്ടില്ലേ? ആൾക്കാരൊക്കെ പച്ചക്ക് സൈഡിൽ നിന്ന് കള്ള് പിടിക്കുന്നു, ബിയർ അടിക്കുന്നു. അതൊക്കെ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ഇറ്റ്സ് എ വെരി കോമൺ തിങ് വി ക്യാൻ സീ ഹിയർ. ശരിയല്ലേ? നല്ല ഇന്ത്യൻ മണമാണല്ലോ. ഇതെന്താ സംഭവം? ഫിഷ് കേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുകയാണത്. ഫിഷ് കേക്ക്. So this is a fish cake? Yeah, it's our fish cake. Okay. ഫിഷ് കേക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഫിഷ് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോളി ബജി പോലത്തെ എന്തൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു. ഇവിടെ വന്നിട്ടേ ഞാനൊരു ഇന്ത്യക്കാരനെ പോലും കണ്ടില്ല കേട്ടോ. ശരിക്കും ഇവിടെ കടകളിലൊക്കെ കാണാണ്ടായിരുന്നു. പക്ഷേ കടകളിൽ പോലും ഞാൻ ഡ്യൂട്ടി ഫ്രീയിൽ പോലും ഞാൻ കയറി നോക്കിയിട്ട് ഒരു ഇന്ത്യക്കാരനെ പോലും കണ്ടില്ല. ഇവിടെ മലയാളികളുണ്ട്. ഒരു 1-2 മലയാളികളായിട്ട് ഞാൻ ഫോണിലൂടെ സംസാരിച്ചായിരുന്നു. അതല്ലാതെ ഞാൻ വേറെ ഒരൊറ്റ ഇന്ത്യക്കാരനെ എവിടെയും ഞാൻ കണ്ടില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഐ ഡോണ്ട് മീറ്റ് എനിവൺ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബാർബഡോസിൽ നിന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് നോക്കാം ആരെങ്കിലുമൊക്കെ ഉണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ. ഇവിടെ എല്ലാ തരിയുടെ പരിപാടിയിലും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്കിവിടെ നടക്കുമ്പോൾ അത് മണത്തറിയാം. മുമ്പ് എവിടെ നോക്കിയാലും കഞ്ചാവിൻ്റെ മണമാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ കഞ്ചാവ് ഡീക്രിമിനലൈസ് ചെയ്തതുകൊണ്ട് ആളുകൾ കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ശരിക്കും ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആട്ടോ. ഇവിടെ ഞാൻ കണ്ട ഇപ്പോൾ ഹോട്ടൽസൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നല്ലേ ഉള്ളൂ. ബാക്കി പല സംഭവങ്ങളും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. മാർക്കറ്റിലെ പല കാര്യങ്ങളും. സോ അത് ഞാൻ കണ്ടു മാർക്കറ്റിൽ.
ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ വില കുറഞ്ഞ വസ്ത്രങ്ങളും മറ്റൊക്കെ വിൽക്കുന്ന കടകൾ, ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നിറയെ ഉള്ളൊരു സ്ഥലം. അതാണ് എനിക്ക് മനസ്സിലായത്. ഇഷ്ടം പോലെ ആൾക്കാർ. ഇവരൊന്നും വലിയ റിച്ചോ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. എല്ലാവരും ഇതൊക്കെ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം. ഇത് കണ്ടോ, ഇതുപോലത്തെ ഈ ടൈപ്പ് പായ്ക്കപ്പലുകളിൽ ഇവർ കടലിലേക്ക് വൈകുന്നേരങ്ങളിൽ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാമല്ലേ പരിപാടി? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് ഇവർ താത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വെള്ളത്തിൽ ചാടാമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പാണ്. എന്തായാലും ഒരു വ്യത്യസ്ത തരത്തിലുള്ള കുറച്ച് ബോട്ടുകളുണ്ട് ഇവിടെ. ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇത് പൊങ്ങിയിരുന്ന പാലമാണ്. ഇപ്പം കണ്ടില്ല, താത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ബ്രിഡ്ജ് ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സ്ഥലത്തിന് ബ്രിഡ്ജ് ടൗൺ എന്ന് പേരിട്ടിരിക്കുന്നത് അല്ലേ. ഈ ഭാഗമാണ് അവർ പൊക്കുന്നത്. ഞാൻ ഇവിടെ മാസി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കുറേ ഇവിടെ ഭാഗത്തെല്ലാം മാസി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്ക് സൂപ്പർ മാർക്കറ്റ്, സ്റ്റാർബക്സ്, പിന്നെ അങ്ങനെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു അമേരിക്കൻ സ്റ്റൈൽ ഓഫ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ UK ഈ ഭാഗത്തുള്ള, യൂറോപ്പ് ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു സ്റ്റൈൽ ഓഫ് കൺസെപ്റ്റാണ്. ഇതിന് ചുറ്റും വീടുകളാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള ജിമ്മ്, ഇതെല്ലാം ഈ കാണുന്ന ഏരിയയിലായിരിക്കും. അങ്ങനത്തെ സെറ്റപ്പ്. ഇവിടെ ഡെൻ്റൽ ക്ലിനിക്കും പിന്നെ അതേപോലെ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. ഞാൻ 1 കിലോ അല്ല 4 തക്കാളി, പിന്നെ ഒരു 2 സവാള, പിന്നെ ഒരു പാഴ്സ്ലി ലീഫ്, 2 കുപ്പി വെള്ളം, ഒരു ലെമൺ ലൈം, ഇത്ര സാധനം വാങ്ങിച്ചാണ്. നമ്മുടെ 1200 രൂപയായി. ഇവിടുത്തെ $26. തക്കാളി 4 തക്കാളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 ഗ്രാമുണ്ട്. അതിന് ഏകദേശം 400 രൂപയാണ്. എക്സ്പെൻസീവാണ്. ശനിയാഴ്ച ഉച്ച കഴിയുമ്പോഴത്തേക്കിനും കംപ്ലീറ്റ് വിജനമായി. ഞായറാഴ്ചകളിൽ പിന്നെ വിജനമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ നാടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. പണ്ട് യൂറോപ്പൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ഇൻ യൂറോപ്പ്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ശനിയും ഞായറും എന്ന് പറയുന്നത് ഇവർക്ക് ശരിക്കും ഞായറാഴ്ച എന്ന് പറയുന്നത് ഫാമിലി ഡേ ആണ്, അല്ലെ പിന്നെ പള്ളി പോകുന്ന ദിവസമാണ്. ശനി എന്ന് പറയുന്നത് ഇവർ വെള്ളിയാഴ്ച അടിച്ച് കോൺതെറ്റി കിടന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ദിവസം. അതാണ് ഇവരുടെ പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. വി വിൽ ഗോ ബാക്ക്. അങ്ങനെ രാത്രിയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ എൻ്റെ അടുക്കളയിൽ വന്നിട്ട് ഞാനൊരു സലാഡ് ഉണ്ടാക്കി. ഇത് അച്ചുചുക് എന്ന് പറയും, ഉസ്ബെക്കിസ്ഥാൻ സ്റ്റൈലാണ്. അതായത് തക്കാളിയും സവാളയും അരിയുക, കുക്കുമ്പർ വേണമെങ്കിൽ കുക്കുമ്പർ ഇടാം. എന്നിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാഴ്സ്ലി ലീഫാണ്. പാഴ്സ്ലി ലീഫും ഉപ്പും കൂടി ഇടുക, നാരങ്ങയും പിഴിയുക. അതാണ് ഇതിൻ്റെ സാധനം. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ മല്ലിയില ഇട്ടാൽ പറ്റില്ല. പാഴ്സ്ലി ലീഫിനെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചമ്മി അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. സെൻട്രൽ ഏഷ്യൻ സ്റ്റൈൽ സലാഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. പിന്നെ ആവശ്യത്തിന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി സലാഡാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ വെതർ ഇച്ചിരി ശോകമാണ്. ഇവിടെ മൂടിയാണ് ഇരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള പല രാജ്യങ്ങളിലും മൂടിപ്പുറച്ചാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു. കാരണം ഇവിടെ എന്തോ വീണ്ടും ഒരു സ്റ്റോം വാർണിങ്ങോ എന്തോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഇത് പത്തായി സാധനം. ഇത് ഞാൻ ഏതോ രാജ്യത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഉണ്ടാക്കാം. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തക്കാളി സവാളയൊക്കെ ഇട്ട് വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഒരു സവാള, ഇന്നലെ വാങ്ങിച്ച സവാള ഉണ്ടായിരുന്നു, അത് വഴറ്റാണ്. സവാളയും തക്കാളിയും വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മറ്റേ പൊടി ഇട്ടതിന് ശേഷം നൂഡിൽസ് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നൂഡിൽസ് റെഡിയാവും. ഇതിപ്പോൾ തിളക്കണം. ഈ ഹോട്ടലെടുക്കാതെ എയർബിഎൻബി താമസിക്കുമ്പോഴുള്ള ഗുണം ഇതൊക്കെയാണ്. പൈസ ലാഭമുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാം, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. സോ മൈ തായ് സ്റ്റൈൽ നൂഡിൽസ് ഈസ് റെഡി ഹിയർ. പുറത്ത് ഭയങ്കര മഴയാണ്. അടിപൊളി, നല്ല പണി പാടുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. മെയ്ഡ് ഇൻ തായ്ലൻഡ് പ്രോഡക്റ്റാണ്. തായ്ലൻഡിൽ ഉണ്ടാക്കിയ സാധനം. അത് തായ്ലൻഡിൽ നിന്ന് മാസങ്ങളോളം കപ്പലിൽ യാത്ര ചെയ്ത് അമേരിക്കയിലെത്തി. അമേരിക്കയിൽ നിന്നും ഏതൊക്കെയോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പലുകളിൽ യാത്ര ചെയ്ത് ഈ കരീബിയൻ രാജ്യമായ ബാർബേഡോസിലെത്തി. അത് ഞാൻ വാങ്ങിച്ച രാജ്യം എവിടെ നിന്നാണെന്ന് ഓർമ്മയില്ല. ഏതൊരു രാജ്യത്തെത്തി. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ ബാഗിലിട്ട് 2-3 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ട് കരീബിയൻ രാജ്യമായ ബാർബേഡോസിലെത്തി. ഈ എയർബിഎൻബിയുടെ അടുക്കളയിൽ സുജിത്ത് ഭക്തൻ കുക്ക് ചെയ്ത് കഴിക്കുന്നു. എന്നാലേ എന്തൊക്കെയല്ലേ. തായ് ടേസ്റ്റ്.